സെക്രട്ടറി ഇപ്പോൾ കേസുകൾ പിൻവലിക്കണമെന്ന് പറയും. കേസുകൾ പിൻവലിക്കണമെന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഈ അന്നുണ്ടായ നാമജപ ഘോഷയാത്രയും മറ്റ് പ്രതിഷേധങ്ങളുമൊക്കെ സ്വാഭാവികമുണ്ടായപ്പോൾ ബോധപൂർവ്വം അതിനകത്ത് നുഴഞ്ഞു കയറി കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കേസുകളുമുണ്ട്. ആ കേസുകൾ കൂടി പിൻവലിക്കണമെന്നുള്ള അഭിപ്രായമാണ്. അത് നോക്കുക, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് അതിൻ്റെ അതൊക്കെ ചെറിയ ചെറിയ കേസുകളൊക്കെ കുറേ എണ്ണം കാണുള്ളൂ. പക്ഷെ നിരപരാധികൾ ഒരുപാട് പേര് അതിനകത്ത് ക്രൂശിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അറിയാതെ ചെന്ന് പോയി വീണ് ചില ആളുകളുണ്ട് തെറ്റിദ്ധാരണ കൊടുത്തത്. അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എടുത്തിട്ട് ചെയ്യുക. അത് ഗവൺമെൻറ്റിൻ്റെ ഒറ്റയടിക്ക് പിൻവലിക്കാൻ നോക്കുകയല്ല. അത് കോടതി വഴിയെ സാധിക്കണമെന്ന് എനിക്കറിയാം. ആ കോടതി വഴിയെ സമീപിച്ച് അത് തീരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്തുകൊണ്ട് അഭികാമ്യമാണ്. ജനങ്ങൾക്ക് അത് ഏറെ സന്തോഷമായിരിക്കും. സാഹചര്യം പറയാനൊക്കത്തില്ലപ്പോൾ. കാരണം UDF ആരാണ് നയിക്കുന്നത്? UDF നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് UDF അഭിപ്രായം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് UDF ഒരു അഭിപ്രായം പറയുന്നിടത്ത് കേൾക്കുന്നിടത്തും ഒരു പ്രസക്തിയില്ല. ഇന്നലെ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കണിച്ചുകുളങ്ങരയിലും NSSലും ഒക്കെ വന്നു. രണ്ട് പ്രബല സമുദായങ്ങളും ഇതിൽ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി എതിരാളികൾ എതിർപ്പുമായിരുന്നവരുടെ ആ എതിർപ്പിന് മൂർച്ച കുറഞ്ഞെന്ന് കരുതുന്നുണ്ടോ? അതെനിക്കറിയില്ല. കാരണം ഒരു കാര്യമുണ്ട്, SNDPക്കാരും NSSകാരും മാത്രമല്ല, അല്ലാത്തവരും എല്ലാവരും ചേർന്നപ്പോൾ ബാക്കി ഇതൊന്നും അല്ലാത്ത ആളുകളും നിഷ്പക്ഷമതികളുമായ ആളുകളും എല്ലാം തന്നെ ഈ സംഗമം ചേരുകയും മാത്രമല്ല ഒരുപാട് ഡെവലപ്മെൻറ്റ്, റെയിൽവേ വരുന്നു, എയർപോർട്ട് വരുന്നു. ഇങ്ങനെ ഇത് വലിയൊരു വളർച്ചയുടെ ഉയർച്ചയിലേക്ക് വരുന്ന ഈ സംഭവത്തിന് വരുമ്പോൾ പഴമറം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്ന ആരായാലും ഒരു വിഡ്ഢികളാണെന്നുള്ള തോന്നൽ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. അതെ, അതൊരു ആത്മമനസ്സാണപ്പോൾ. ഈ ക്രെഡിറ്റ് ആർക്കും കിട്ടുമോ കിട്ടുക എന്നുള്ളതല്ല. ഈ ക്രെഡിറ്റ് കിട്ടുമെന്ന് തന്നെ വിചാരിക്കട്ടെ, സഹകരിച്ചാൽ അവർക്ക് എല്ലാവർക്കും കൂടെ കിട്ടുന്ന ക്രെഡിറ്റ് അല്ലേ. മാറി നിന്ന ക്രെഡിറ്റ് കിട്ടുമോ? ഈ ഹിന്ദു ഐക്യവേദി SNDP NSSനേക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അതായത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോട് എടുക്കുകയാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ആര്? ഹിന്ദു ഐക്യവേദിയൊക്കെ വരട്ടെ. അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും ഹിന്ദുക്കളല്ലെന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം ഒന്നും അവർക്ക് ആർക്കും ഇല്ല. രാഷ്ട്രീയം പാടില്ല, അതൊരു ഉപാധിയോടുള്ള പിന്തുണയാണ്. അതായത് ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം NSSനുണ്ട്. അപ്പൊ അത് ഒരു നല്ല അഭിപ്രായമാണോ? അതൊരു അഭിപ്രായമാണ്. ഈ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രമില്ല. ഈ രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്നതാണ് രാഷ്ട്രീയം, ഭരണവും. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറാം, മനസ്സിലാകാം. അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കും, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പാടില്ല എന്നത്. ഈ എറണാകുളത്ത് ഇന്ന് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. ഏതാ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ വിവിധ പരിപാടികൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സെക്രട്ടറിയും ചില ആശയപരമായുള്ള വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞുരുക്കിയോടെ എവിടെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് നേരത്തെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വാക്പോരുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആരുമായിട്ട്? പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മഞ്ഞുരുകിയെന്ന് ചോദിക്കുകയാണ്. ഏതിൽ പങ്കെടുക്കുന്നു? അല്ല, അത് രണ്ട് പരിപാടി എറണാകുളത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തുണ്ട്. ഞങ്ങൾ ആളെ ക്ഷണിച്ചു. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ, മറ്റിടത്ത് MLA എന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വരുന്നു പോകുന്നു. ഇതിലൊക്കെ വരുന്നതും പോകുന്നതും മഞ്ഞുരുകുന്നതും മഞ്ഞ് കൂട്ടുന്നതുമായിട്ട് ബന്ധമില്ല. അതൊക്കെ പ്രതിപക്ഷ അത് ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ക്ഷണിക്കുന്നു, വരുന്നു, പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ എല്ലാ കാര്യങ്ങളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു വിഭാഗത്തിന്റെ ഭാഗമാണോ? അതായത് VD സതീശൻ ഇതിനോടും, അതായത് അയ്യപ്പ സംഘത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എല്ലാത്തിനെയും എതിർക്കാം. അല്ല, പുള്ളി എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച് പുള്ളി എല്ലാത്തിനും ഉപരിയാണ് എന്ന് ഭാവിക്കുന്നതാണ്. അത് പുള്ളി മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാനൊന്നും. നമ്മളൊരുപാട് പ്രതിപക്ഷ നേതാക്കന്മാർ ഈ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് നടത്തിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ളൊരു സമീപനവും അതുപോലെ സംസാരവും പുള്ളിക്ക് കാണുന്നില്ല. പുതിയൊരു വാർത്ത വരുന്നുണ്ട്.
ശ്രീ ചതദിനാഘോഷം OBC മോർച്ചയെ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-ക്കകത്ത് തർക്കമുണ്ടായെന്നും ബാബുലയൻ സംസ്ഥാനം രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി നോക്കിക്കാണുന്നത്? അല്ല, യുവജന അത് അവരെ ഏൽപ്പിച്ചു എങ്കിൽ അത് ശരിയായില്ല. BJP-യുടെ ആ കാഴ്ചപ്പാട് ഒരിക്കലും കാരണം ചതയ ദിനാഘോഷം അവരുടെ BJP-യുടെ പോഷക സംഘടനയായ ഈ മോർച്ചയാണ് OBC മോർച്ചയെ ഏൽപ്പിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം മോശമായിപ്പോയി, അങ്ങേറ്റം പ്രതിഷേധാർഹവുമാണ്. സതീശനൊപ്പം അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യതയില്ലെന്നാണോ പറഞ്ഞത്? യോഗ്യത എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടെന്ന്, യോഗ്യത ഉണ്ടെന്നാണ്, എല്ലാവർക്കും യോഗ്യതയുണ്ട്. പക്ഷേ യോഗ്യത ഉണ്ടെന്ന് നമ്മൾ ഭാവിച്ചാൽ പോരല്ല. നമ്മളെ ഞാനുള്ള യോഗ്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ആരാണ്? ജനമല്ലേ.